കർഷകോത്തമ അവാർഡ് 2022 കിട്ടിയ റോയിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. റോയ് മുഴുവൻ പേര് റോയ് ആന്റണി. വേറെ ഒരു പേരുണ്ടല്ലോ, റോയ് എന്താണ്? റോയ് കോഫി. എന്താണോ റോയ് കോഫി? അപ്പൊ ഒന്ന് കൺഗ്രാറ്റുലേഷൻസ് ആദ്യം. ആ ഒരു കാര്യത്തിലോട്ട് വരാനായിട്ട് ഒരു സാഹചര്യം, ഞാൻ സാധാരണ വയനാട്ടിൽ പൊതുവെ ചെയ്യുന്ന ഒരു കാപ്പി കൃഷിയുടെ രീതിയിലല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവിള കൃഷിയിലൂടെ അധിക വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ കർഷകരെ ആ ഒരു ലെവലിലോട്ട്. എത്ര സ്ഥലം? എനിക്ക് 20 ഏക്കറോളം. 20 ഏക്കർ മൊത്തം കാപ്പിയാണോ? മറ്റ് കൃഷികളുടെ ഒപ്പം ഉള്ള ഇടവിള കൃഷിയായിട്ട്. എന്തൊക്കെ കൃഷിയുണ്ട് കാപ്പിക്കൊപ്പം? എനിക്ക് റബ്ബറുണ്ട്, കാപ്പി, കുരുമുളക്, കൊക്കോ. അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ പോകുന്നുണ്ടോ? കൃഷി നഷ്ടമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷി നഷ്ടമാണ്, കൃഷിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് റോയി പറയുന്നത് കൃഷി നഷ്ടമല്ല എന്നാണ്. പക്ഷെ ആൾക്കാരൊക്കെ പറയുന്നത് ലാഭമൊന്നുമില്ല എന്നാണല്ലോ. നമ്മളെപ്പോഴും ഏകവിള കൃഷിയായിട്ട് ഒരു കൃഷിനെ കാണുമ്പോൾ അതിന്റെ വരുമാനം കൊണ്ട് തന്നെ ആ കൃഷി മുഴുവൻ ആ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും ബാക്കിയില്ലാതാവുന്നത്. എന്നാൽ നമുക്ക് അതിനോട് യോജിക്കുന്നതായിട്ടുള്ള ഇടവിള കൃഷിയിലോട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് റബ്ബറിന്റെ ഇടവിളയായിട്ട് ചെയ്യുന്ന കാപ്പിയാണ് ചെയ്യുന്നത്. അത് ഞാൻ എന്റെ തോട്ടത്തിൽ വളരെ സക്സസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. റബ്ബറിന്റെ വരുമാനവും കിട്ടും, കാപ്പിയുടെ വരുമാനവും. അപ്പൊ അത് ഞാനിപ്പോ എന്റെ തോട്ടത്തിൽ ചെയ്തതേ കൃഷി തന്നെ ഇന്ന് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള റബ്ബർ കർഷകരിലൂടെ അത് ചെയ്യുന്നുണ്ട്. ഈ റബ്ബറിന്റെ കീഴിൽ ഈ കാപ്പി വളരൂ. ആ തരത്തിലുള്ള ചെടികളെ നമ്മൾ കണ്ടെത്തുക, അത് നമ്മുടെ കൃഷിയിലോട്ട് കൊണ്ടുവരിക. അവിടെ ലാഭകരമാണ്. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് കർഷകർ ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്തുള്ളവർ ചെയ്യുന്നുണ്ട്. നേരിട്ട് റോയി തന്നെയാണോ ഇറങ്ങുന്നത്? ജോലിക്കാരുണ്ടോ കൂടെ? ഞാൻ പൂർണ്ണസമയം കൃഷി തന്നെയാണ്. ഒപ്പം എന്നെ സഹായത്തിനായിട്ട് കൃഷിക്ക് മറ്റ് ഓരോ ആവശ്യം ഫാം ഹൗസും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ടോ ഫാം ഹൗസ്? ഇപ്പോ നിലവിൽ അതായിട്ടില്ല. അതിനുള്ളൊരു സംവിധാനങ്ങളൊക്കെ വരും കാലത്തേക്ക് പ്രതീക്ഷിക്കണം. എങ്ങനെയുണ്ട് വന്യമൃഗശല്യം? വന്യമൃഗശല്യം ഈ കാലങ്ങൾ അത്രയും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പോ സമീപകാലത്ത് അത് വളരെ രൂക്ഷമാണ്. കാരണം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എന്തും പന്നിയും മറ്റ്. കാരണം എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ നമ്മുടെ പ്രളയത്തിന്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് പിന്നെ വന്നു കോവിഡിന്റെ കാലഘട്ടം, ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ എല്ലാ തരം കൃഷികളുടെ കൂട്ടത്തിലും കപ്പ കൃഷി ചെയ്യാറുണ്ട്, മരച്ചീനി കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോവിഡിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു കപ്പയുടെ വിളവെടുപ്പ്, ഞാനൊരു 10 ടണ്ണോളം കപ്പ പറിച്ച് അതിൻ്റെ പൈസ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കായിട്ട് 2 ലക്ഷം രൂപ ഞാൻ സംഭാവന ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു സങ്കടം പറയട്ടെ, അതേ സ്ഥലത്ത് ഞാൻ നട്ട കപ്പ ഒരെണ്ണം പോലും എനിക്ക് പറിച്ചെടുക്കാൻ കിട്ടി. മൊത്തം പന്നി തീർത്തു. അതായത് 10 ടൺ കപ്പ പറിച്ച സ്ഥലത്ത് ഇപ്പോ ഒരു കപ്പ പോലും കിട്ടുന്നില്ല. ഒരു കപ്പ പോലും പറിക്കാൻ. അതാണ് പന്നിയുടെ ആക്രമണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു കർഷകരെ ഒറ്റവേള കൃഷി ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർന്നു. തീർച്ചയായിട്ടും ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. താങ്ക് യു റോയ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും എന്ന് കരുതുന്നു അല്ലേ? ഒപ്പം തന്നെ കാപ്പിയുടെ വിശേഷം പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം, കാപ്പി നമ്മുടെ നാടിന്റെ മാത്രം കൃഷിയായിട്ട് നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പ്രത്യേക പ്ലാന്റ് വെറൈറ്റി ചെയ്യുന്നുണ്ട്, റോയ്സ് എന്ന് പറഞ്ഞൊരു സെലക്ഷൻ. അത് നമ്മുടെ തന്നെ തോട്ടത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു വെറൈറ്റി. അത് ഷെയ്ഡുള്ള മരങ്ങളുടെ ഇടയിൽ മാത്രം ഉൽപാദനം കിട്ടുന്ന, വളർച്ച കിട്ടുന്ന, എന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ടീ എസ്റ്റേറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കോഫി. അതിപ്പോ അതിനെ പറ്റിയുള്ള ഒരു പഠനങ്ങൾ എപ്പോഴും പോകും. മെക്സിക്കൻ കോഫി പല സ്ഥലങ്ങളിലും കോഫി. ലോകത്തെ ഏറ്റവും നല്ല കാപ്പി എവിടെ കിട്ടുന്നതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല കാപ്പി കിട്ടുന്ന ഓരോ രാജ്യത്തിന്റെ കാപ്പിക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോ ദുബായ് പോലെയുള്ള മാർക്കറ്റുകളിലൊക്കെ ചെല്ലുമ്പം നമുക്കറിയാം ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ രാജ്യത്തിന്റെ കോഫി നമുക്ക് വാങ്ങിക്കും. അത് വാങ്ങിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നതെന്നുള്ളതല്ല, ഓരോന്നിന്റെ ബ്ലെൻഡിന്റെ. ഇപ്പൊ ഞാൻ കോഫിയുടെ പൗഡറിന്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ബാക്കി വെക്കുന്നത്, എനിക്കിന്ന് ഒരു അവസരം എന്ന് പറയുന്നത്, എനിക്ക് 2022 അബുദാബി പാലസിന്റെ ഫാം ഹൗസിലോട്ടായിട്ട് എന്റെ തോട്ടത്തിലെ 2400ഓളം വലിയ കാപ്പിച്ചെടികൾ കായ്ഫലമായതിനെ അവിടെ കൊണ്ട് നട്ടു കൊടുക്കാനായിട്ട്. അവിടെയും കായ്ഫലമായി. അപ്പം ഇവിടെ മാത്രമല്ല, അബുദാബിയിലേക്കും കുടിയേറിയിട്ടുണ്ട് റോയിച്ചന്റെ കാപ്പിക്കുരു അല്ലേ? അപ്പൊ താങ്ക് യു റോയ്. കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ.